ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? പെണ്ണിന്റെ ചെലവ് പുരുഷൻ വഹിക്കണമെന്നാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സ്ത്രീയുടെ ചെലവ് വഹിക്കേണ്ടത് പുരുഷനാണ്. അറ കൊടുക്കേണ്ടത് പുരുഷനാണ്, വസ്ത്രം കൊടുക്കേണ്ടത് പുരുഷനാണ്, ഭക്ഷണം കൊടുക്കേണ്ടത് പുരുഷനാണ്, എല്ലാ ചെലവും വഹിക്കേണ്ടത് ഭർത്താവാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അതെ, അവൾ കിടക്കുന്ന കട്ടില്, കോതടി, വിരിപ്പ്, വസ്ത്രം, സോപ്പ്, അങ്ങനെ തുടങ്ങി മുഴുവൻ വസ്തുക്കളും, ഭക്ഷണത്തിന്റെ ധാന്യങ്ങൾ, കറിക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ, പച്ചക്കറികൾ, അതേ തുടങ്ങിയിട്ട് അവർക്കതാ മാംസം വരെ ആവശ്യത്തിനും പതിവുമനുസരിച്ച് ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. പോരാ, അവൾക്ക് കുളിക്കാനുള്ള വെള്ളം അവൻ സംഘടിപ്പിച്ചു കൊടുക്കണം. പോരാ, അവൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി, പതിവില്ലാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണം. അതല്ലേ പലർക്കും കുക്കിന്റെ വിസ കിട്ടുന്നത്. കേരളത്തിലുള്ള പലർക്കും കുക്കിന്റെ വിസയാണ്. കാരണം പുരുഷന്മാരായ അറബികളുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കുക്കിന്റെ വിസയും എടുത്തിവിടുന്ന് പോവുകയാണ്. പരിശുദ്ധ ഇസ്ലാം പോലെ പെണ്ണിന് സ്ഥാനം കൊടുത്തൊരു മതം ആർക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? എന്നിട്ട് ഇസ്ലാമിൽ പെണ്ണിന് സ്ഥാനമില്ല, പെണ്ണിനെ അവഗണിക്കുകയാണെന്ന് കണ്ണ് ചുമ്മിയിട്ട് ഇരുട്ടാക്കുന്ന വിഡ്ഢികളില്ലേ? അതേ, ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, ഏത് മതത്തിലാണുള്ളത്? ഏത് പ്രസ്ഥാനത്തിലാണുള്ളത്? ഭാര്യമാരെ ഭക്ഷണം ഭർത്താക്കന്മാര് ചെലവ് വഹിച്ചാൽ പോരാ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പതിവില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണമെന്ന് പറയുന്ന മതം പരിശുദ്ധ ഇസ്ലാമല്ലാതെ ഏതാണ്? അത് നടപ്പാക്കുന്ന മതം ഇസ്ലാമല്ലാതെ ഏതാണ്? അറബികൾ അവരുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അതാ എത്ര സംഖ്യ കൊടുത്തിട്ടാണ് ശമ്പളത്തിന് അളവ് നിശ്ചയിക്കുന്നത്? ഇസ്ലാം എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചുകൂടെ? ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഭക്ഷണം കൊടുത്താൽ മതിയോ? പോരാ. പണ്ഡിതന്മാർ അവിടെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോ പല്ലിന്റെ ഉള്ളിൽ നിന്ന് അവശിഷ്ടമെടുക്കാനുള്ള ഈർക്കിലി കഷ്ണം, ടൂത്ത് പീസ്, അതും കൂടി ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ആ ഭാര്യ സിഗരറ്റ് സ്മോക്കുള്ള ഭാര്യയാണെങ്കിൽ സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടേ? അത് ആരോഗ്യത്തിന് ഹാനികരമായത് കൊണ്ട് വേണ്ടെന്ന് ചിലർ, അഥവാ അവൾക്കത് പതിവായി പോയെങ്കിൽ വേണമോ എന്ന് ചിന്തിക്കുന്ന ചിലർ. ഏതായിരുന്നാലും ശരി, അത്രത്തോളം പെണ്ണിന് എല്ലാ ആനുകൂല്യവും വാങ്ങിച്ചു കൊടുത്തൊരു മതം. വീട്ടിൽ അതാ രാജ്ഞിയെപ്പോലെ, രാജാവിന്റെ രാജ്ഞിയെപ്പോലെ വീട്ടിലിരുന്ന് സുഭിക്ഷമായി കഴിഞ്ഞ് മക്കളെ പോറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന പെണ്ണ്. സുഹൃത്തുക്കളെ, എന്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവന്ന് എനിക്ക് തിന്നണമെന്നല്ല ഭർത്താവ് ചിന്തിക്കേണ്ടത്. അവള് വെയിലത്ത് പോയി അധ്വാനിക്കണം. അവൾ ഉദ്യോഗസ്ഥയായിട്ട് ഏതാണ് കാണുന്ന പെണ്ണിന്റെയും ആണിന്റെയും കൂടെ ഓടി നടന്നിട്ട് പണം കൊണ്ടുവന്ന് എനിക്കും കൂടി തിന്നണം എന്നല്ല ഭർത്താവ് ചിന്തിക്കേണ്ടത്. മറിച്ച് അവളെ പദാരാജ്ഞിയെ പോലെ കൊട്ടാരത്തിലിരുത്തി ജീവിപ്പിക്കണമെന്നാണ്. അതാണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാഹ്. ആ പെണ്ണിനൊരു ഭാരവും അല്ലാഹു കൊടുക്കുന്നില്ല. അവര് നിസ്കരിക്കാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ അവരെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിലോ മറ്റ് പുറത്തോ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രതിഫലം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവരെ പ്രതിഫലം പുറത്തു പോയി, അവർക്കതാ സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യം പുറത്തു പോയി. മറിച്ച് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൈദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ. പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയാൽ പിശാചി അവളെ അതാ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനല്ലാതെ അവൾ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. ഇത്രത്തോളം പഠിപ്പിച്ചുകൊണ്ട് വീട്ടിൽ അന്തസ്സോടെ ഇരുത്തി അതാ മാന്യതയോടെ അവളുടെ കുലീനതയും തറവാടിത്തവും സൂക്ഷിച്ച് ജീവിക്കാനാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇരിക്കട്ടെ സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, അപ്പൊ എല്ലാ ചെലവും വഹിക്കേണ്ടത് ഭർത്താവാണ്. ആ ഭർത്താവായ മനുഷ്യൻ അവനത് അങ്ങോട്ട് കൊടുക്കണമെന്നാണ്, ഇങ്ങോട്ട് വാങ്ങണമെന്നല്ല.
അതുകൊണ്ട് തന്നെ പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ അവൾക്ക് എന്തുണ്ട് സ്വത്ത്, എന്തുണ്ട് എനിക്ക് കൈക്കലാക്കാൻ എന്നല്ല ചിന്തിക്കേണ്ടതെന്നർത്ഥം. ഒരു കാര്യം, പെണ്ണിന്റെ ഇങ്ങോട്ട് വാങ്ങുക എന്നത് താണ ഏർപ്പാട്, അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്ന്. രണ്ടാമതായി പറയട്ടെ, അതേ സഹോദരന്മാരെ, ഒരു സാധനം കൊടുത്താൽ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങൽ നല്ല ഏർപ്പാടല്ല. ഏത് ഭാര്യ കൊടുത്തതിനെ പറ്റി മാത്രമല്ല